രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തണുത്ത ബോംബായി മാറുകയാണോ? രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്ത് നിന്ന് വരെ രാജിവെക്കണമെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിപ്പിക്കണമെന്നും ആക്രോശിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അയാൾക്ക് തക്ക ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് ഇതുവരെ പിന്മാറിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2-3 ആഴ്ചയായി മുന്നോട്ട് വന്ന പലരും എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അവരൊക്കെ എവിടെയാണ് നിശബ്ദരായത്? നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലേക്കൊന്ന് നോക്കൂ. ലൈക്കും ഫോളോവേഴ്സും വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് ജനപ്രീതി നഷ്ടപ്പെട്ടു എന്നാണോ? ഒരിക്കലുമല്ല, അല്ലേ? എന്താണ് ശരിക്കും ഈ കേസിൽ സംഭവിച്ചത് എന്ന കാര്യത്തിലേക്ക് വരാം. കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാക്കളിൽ ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി പ്രതീക്ഷയായിട്ട് തന്നെയാണ് വളർന്നു വന്നത്. 2024 നവംബറിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ യുവജനങ്ങളുടെ പ്രതിനിധിയായി മാറിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും സജീവമായ രാഹുൽ പെട്ടെന്നായിരുന്നു യുവജനങ്ങളുടെ ശബ്ദമായി മാറിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും പുറത്തുവന്നു. പോലീസ് കേസെടുത്ത പീഡകരിൽ പലരും ഇന്ന് നാട് ഭരിക്കുന്ന, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന CPMന്റെ ആവശ്യവും രാഹുലിന്റെ രാജിയായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു രാഹുൽ ചെയ്തത്. രാഹുലിന്റെ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് തകർന്നുപോയി എന്ന് പറയുന്നവരുടെ മുന്നിലൂടെയാണ് സധൈര്യം ഒരു വിധത്തിലുമുള്ള ആകുലതകളുമില്ലാതെ ഈ വിഷയത്തെ കോൺഗ്രസ് നേരിട്ടതുപോലും. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുക തന്നെ വേണമെന്ന നിലപാടാണ് ഇന്നും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ CPM ഗുണ്ടകളാക്കി തീറ്റിപ്പോറ്റുന്ന കുട്ടി സഖാക്കന്മാർ ഷാഫി പറമ്പിലു നേരെ വരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവരെ അറിയില്ലെന്ന് പറഞ്ഞ് കൈ കഴുകാൻ നോക്കുകയായിരുന്ന ഇടതുപക്ഷത്തേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് കോൺഗ്രസ്. ഇടത് സൈബറിടങ്ങളിൽ നിന്നും വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ പോലും കോൺഗ്രസ് സംയമനം പാലിച്ചു. എന്നാൽ ഇപ്പോഴോ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങളും നിയമസഭയിലേക്ക് എത്തിയതോടെ ക്ഷീണിച്ചു പോകുന്നതായി നമുക്ക് കാണാം. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണങ്ങളുടെ ദുർബലതയെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെയാണ് ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയിലേക്ക് വരാം. 2006 KSU പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. കത്തോലിക്കേറ്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ സജീവമായി തുടങ്ങി. പിന്നീട് KSU ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ പദവികളും വഹിച്ചു. 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സംഘടനാ മികവിന്റെ തെളിവായിരുന്നു. പാലക്കാട് നിയമസഭാ സീറ്റിലെ വിജയം BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസിന് പുതിയ ഊർജവും നൽകി. രാഹുലിന്റെ വ്യക്തിജീവിതവും പ്രശംസനീയം തന്നെയായിരുന്നു. മെൻസ് ബ്യൂട്ടി പാർലർ, മെഡിക്കൽ ഷോപ്പ്, കുട്ടികളുടെ വസ്ത്രക്കട, മിൽമ ഏജൻസി തുടങ്ങിയ ബിസിനസ്സുകൾ നടത്തുന്ന അദ്ദേഹം യുവ സംരംഭകന്റെ മാതൃക കൂടിയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായ രാഹുൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ മുൻനിരയിലാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. രാഹുൽ നിയമസഭയിൽ എത്തുന്നതിന് മുൻപ് 2024 ജനുവരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമക്കേസുകളിൽ പോലീസ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പിന്നീട് മറ്റു കേസുകളിലും അറസ്റ്റും ചെയ്തു. എന്നാൽ നിയമസഭാ അംഗമായതോടെ ഈ പഴയ കേസുകളൊക്കെ ക്ഷീണിച്ചു. ജാമ്യം ലഭിച്ചതിനു ശേഷം അവയൊന്നും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തെല്ലുപോലും ബാധിച്ചില്ല. ഇത് സൂചിപ്പിക്കുന്നത് അത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നത് തന്നെയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ പരാതികൾ ഒന്നുമല്ലാതായി, അല്ലെങ്കിൽ അവയുടെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 2025 ഓഗസ്റ്റിൽ ഉയർന്നു വന്ന പുതിയ ആരോപണങ്ങൾ, അതായത് നടി റിനി ആൻഡ് ജോർജിന്റെയും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തിക വിഷ്ണുവിന്റെയും പരാതികളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ നിർബന്ധിതനാക്കിയത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അശ്ലീല സന്ദേശങ്ങൾ അയക്കൽ, ഹോട്ടലിലേക്ക് ക്ഷണിക്കൽ, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുൽ പറഞ്ഞത്. ഓഡിയോ ക്ലിപ്പുകൾ വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. ഏറ്റവും പുതിയ വികസനങ്ങൾ കാണിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്നു എന്നതാണ്. പരാതിക്കാർ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്താൻ വിസമ്മതിച്ചതോടെ അന്വേഷണം മുന്നോട്ടു പോകുന്നില്ല. ഇത് സൂചിപ്പിക്കുന്നത് ആരോപണങ്ങൾ അടിസ്ഥാന
അടിസ്ഥാനരഹിതമോ രാഷ്ട്രീയ പ്രേരിതമോ ആണെന്ന് തന്നെയാണ്. നിയമസഭാംഗമായതോടെ രാഹുലിനെതിരായ ആയുധങ്ങൾ നിഷ്പ്രഭമായിരിക്കുന്നു. പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും MLA ആയി തുടരാൻ അനുവദിച്ചത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയട്ടെ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ ലഭിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല, ആര് തെറ്റ് ചെയ്താലും അയാൾക്ക് തക്ക ശിക്ഷ ലഭിക്കുക തന്നെ വേണം. അങ്ങനെ മാത്രമാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഏതൊരു പൗരനും വിശ്വസിക്കേണ്ടത്.